ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ചെറുപയർ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ചെറുപയർ വെച്ചുള്ള ലഡുവാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കിയാലോ. അപ്പം ആദ്യം അതിനായിട്ട് ഞാൻ 1 കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് അതൊരു അരിപ്പയിൽ ഇട്ട് കൊടുക്കാം. അതിൽ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നന്നായി കഴുകി ഒരു 5-6 പ്രാവശ്യം നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കതൊന്ന് വെള്ളം വാർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു അരിപ്പയിൽ ഇട്ട് കൊടുക്കാം. ഇനി വെള്ളമൊക്കെ വാർന്നതിന് ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ചെറുപയർ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ചെറുപയറിൻ്റെ കളറൊന്നും മാറി വരുന്നവരെ വറുത്തെടുക്കാം. ഒരുപാട് ടൈമൊന്നുമില്ല, കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാൻ പറ്റും. ചെറുപയർ നല്ലൊരു ഹെൽത്തായിട്ടുള്ളൊരു സംഭവമാണല്ലോ. നമുക്ക് ചെറുപയർ ചിലർക്ക് പേര് വെച്ച് കഴിക്കാം, അങ്ങനെയൊന്നും പറ്റാത്തവർക്ക് സ്വീറ്റായിട്ട് കഴിക്കണമെങ്കിൽ ഇങ്ങനെ ലഡുവൊക്കെ ഉണ്ടാക്കി കഴിക്കാം. ഹെൽത്തിനും നല്ലതാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ ചെറുപയർ ഈ ഒരു കളറാവുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇനി ഇത് ഒന്ന് ചൂടാറിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 2 ടീസ്പൂണൊക്കെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് കാഷ്യൂനട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കാഷ്യൊക്കെ ഒന്ന് ഇടയിൽ കടിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പല്ല, ബദാം ഇട്ട് കൊടുക്കാം. പിന്നെ മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കാഷ്യൂ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഒരു 3/4 കപ്പിലടുത്ത് തേങ്ങ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ചെറുപയറിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചെറുപയറിൻ്റെ ആ പൊടിക്കൊരു പച്ചമണമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. വറുത്ത് എടുത്ത ചെറുപയറാണെന്നാലും ഒന്ന് പൊടിയുടെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഒരു 2-3 മിനിറ്റ്. ഇടയിൽ വേണമെങ്കിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി കുറച്ചൊരു ടീസ്പൂണൊക്കെ അടുത്ത് ഏലക്കായുടെ പൊടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിവിടെ പൊടിയൊക്കെ ഒന്ന് വറുത്തെടുത്തതിൻ്റെ പച്ചമണമൊക്കെ ടേസ്റ്റും മണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാനിവിടെ ഒരു 3/4 കപ്പ് ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കൊരു 2 അച്ച് 3 അച്ചൊക്കെ ശർക്കര ഉരുക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 3/4 കപ്പ് 1 കപ്പ് അടുത്തൊക്കെ കിട്ടും. കുറച്ച് തിക്കായിട്ടുള്ള രൂപത്തിലാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് കട്ടിയിലാണ്, വെള്ളം പോലെയല്ല. അപ്പോൾ ശർക്കര പാനി ചേർത്തൊരു 3/4 കപ്പ് വേണ്ടി വരും. അത്യാവശ്യം മധുരത്തിലൊക്കെയാണ് എടുക്കുന്നത്. മധുരം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. ഞാനൊരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ ആയിട്ട് സെറ്റായിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. ഇനി ചെറിയൊരു ചൂടിൽ വേണം നമുക്കിത് ഉരുട്ടിയെടുക്കാൻ. നല്ല ചൂടാറിയാൽ ചിലപ്പോൾ ഉരുട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ചെറിയൊരു ചൂടിൽ നമുക്കിത് ഓരോന്നായിട്ട് ഉരുട്ടിയെടുക്കാം. ഈ ഒരു വലിപ്പം നമുക്ക് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് ഉരുട്ടിയെടുക്കുന്നത്. ചെറിയൊരു ചൂടിൽ ഉരുട്ടുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഒരു ഉരുണ്ട് വരില്ല. അപ്പോൾ നമുക്കിതെല്ലാം ചെറുപയറിൻ്റെ ലഡു ഇങ്ങനെ നമുക്ക് ഉരുട്ടിയെടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെ. ഇതും ഹെൽത്തിയാണ്, ടേസ്റ്റുമാണ്, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. നമുക്ക് എല്ലാതും ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാതും റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിതേപോലെ വൈകുന്നേരമൊക്കെ കഴിക്കാം, ഇടയിലൊക്കെ കഴിക്കുന്ന നല്ല ചെറുപയർ ഇങ്ങനെ അല്ലാതെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ലഡുവായിട്ടൊക്കെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ചെറിയൊരു മധുരക്കായിട്ട് ചെറുപയറിൻ്റെ ഒരു റോ ടേസ്റ്റ് ഉണ്ടാവും, എന്നാലും സംഭവം നല്ലതാണ്. കുറച്ച് മധുരം കൂടുതലിട്ടിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ ഹെൽത്തി ആണല്ലോ, പ്രോട്ടീനാണ്. നല്ലൊരു പലഹാരമാണ്. നല്ല ലഡു ഇട്ട് ഇങ്ങനെ കഴിക്കാൻ, ഉപ്പേരിയൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, കറിയൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാം. ഒരു 4-5 ദിവസമൊക്കെ ഇത് കേടുവരാതൊക്കെ ഇരിക്കും. ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ കുറച്ചുകൂടെ നാൾ കേടുവരാതെ ഇരിക്കും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം, ഈസി റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു.